പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ദൈവം തൻ്റെ കൃപകൾ, അനുഗ്രഹങ്ങൾ നിറച്ച മറ്റു വ്യക്തികളില്ല. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഗബ്രിയേൽ ദൂതൻ മറിയത്തെ അഭിവാദനം ചെയ്യുന്നു. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ദൈവകരങ്ങളിൽ പൂർണ്ണ വിധേയത്വത്തോടെ വർത്തിക്കുക എന്നതായിരുന്നു അമ്മയുടെ ജീവിതത്തിൻ്റെ അത്ഭുത രഹസ്യം. ആത്മീയ ജീവിതത്തിലെ സമീകൃത ആഹാരമാണ് പ്രാർത്ഥനകളുടെ സമാഹാരമായ വചന കേന്ദ്രീകൃത ധ്യാനമായ ജപമാല. വിശുദ്ധ കൊച്ചുത്രസ്യ പരിശുദ്ധി അമ്മയുടെ തിരുസ്വരൂപത്തിന് മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അമ്മേ, എല്ലാവരും അങ്ങയെ അനുഗ്രഹീത എന്ന് വിളിക്കുന്നു. അത് ശരിയാണ്. എന്നാൽ ഒന്നുകൂടി ചിന്തിക്കുമ്പോൾ അങ്ങയേക്കാൾ അനുഗ്രഹീത ഞാനാണെന്നാണ് എനിക്ക് തോന്നുക. കാരണം എനിക്കുള്ളതുപോലെ ഇത്രയേറെ പരിശുദ്ധിയും കൃപാവര സമ്പന്നയുമായ ഒരമ്മ അങ്ങേക്കുണ്ടോ? അമ്മേ, അമ്മ എൻ്റെ അമ്മയായതുകൊണ്ട് ഞാൻ അങ്ങയേക്കാൾ അനുഗ്രഹീതയാണ്. ദൈവമക്കളെ, ദൈവമാതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ലളിതമായ പ്രാർത്ഥന അമ്മ തന്നെ നമുക്ക് നൽകിയ ജപമാല പ്രാർത്ഥനയാണ്. കാരണം ജപമാല ഭക്തിയോടെ ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ നശിക്കുകയില്ല. സാത്താൻ ശക്തികൾ ഓടി ഒളിക്കും. ദൈവകൃപകൾ നമ്മിലും നിറയും. ജപമാല ധാരാളമായി പ്രാർത്ഥിച്ച് അനുഗ്രഹീതരും സുരക്ഷിതരുമാകാം. ഈശോ തൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം വഴി നമ്മെ അനുഗ്രഹിച്ച് സംരക്ഷിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.